ഈ കുട്ടിയെ ഉണ്ടാക്കുന്നത് പോലും കുട്ടികൾ ഉണ്ടാവരുതെന്നാണ്. കുട്ടികൾ ഉണ്ടാക്കണം. അതായത് നമ്മുടെ സങ്കല്പത്തിൽ കുട്ടി ജനിക്കണം. നമ്മൾ അറിഞ്ഞുകൊണ്ട് കുട്ടികളെ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും, അതായത് പുരുഷനും സ്ത്രീയും അവർ അണ്ടശുദ്ധി ബീജശുദ്ധിയൊക്കെ വരുത്തി അവർ പ്രോപ്പറായിട്ട് സങ്കല്പിച്ച് നല്ല കുട്ടി ഉണ്ടാവണമെന്ന് വിചാരിച്ച് അബദ്ധത്തിൽ കുട്ടി ഉണ്ടായ അബ്ദുട്ടിയായി പോകും. അങ്ങനെയല്ല, നമുക്ക് ശരിക്കും ഒരു കുട്ടി, നല്ലൊരു കുട്ടി, ലോകത്തിന് ഉപകാരമുള്ള നല്ലൊരു സിറ്റിസൺ, സുപ്രജ എന്ന് പറയും. സുപ്രജ ജനനം എന്ന കൺസെപ്റ്റിൻ്റെ പേര് അത് ഞങ്ങളിപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് പേർക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല കുട്ടികളെ, ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ ആ സമയം, അതായത് കുറച്ച് സമയം നമ്മൾ ഈ ഇൻ്റർകോഴ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയം, ആ സമയത്തിൽ ഈ അച്ഛനും അമ്മയും പുരുഷനും സ്ത്രീയും നന്നായിട്ട് പ്രാർത്ഥിച്ച് സങ്കല്പിച്ച് നല്ല കുട്ടി ഉണ്ടാവണം എന്നുള്ള സങ്കല്പത്തിൽ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി സൂപ്പറായിരിക്കും. ഞങ്ങളുടെ 3 കുട്ടികളെ ഞങ്ങൾ അങ്ങനെയാണ് ഉണ്ടാക്കിയത് തന്നെയാണ്, ഉണ്ടായതല്ല. അപ്പോൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാനുള്ളൊരു വിഷയം. അത് ആരും തുറന്നു പറയാത്തൊരു വിഷയമാണ്. പറയാനുള്ള മടി കൊണ്ടോ ജാള്യത കൊണ്ടോ ഒക്കെ ആയിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഒരു മെസ്സേജ് എല്ലായിടത്തും എത്തേണ്ടതാണ്. കള്ളു കുടിച്ചിട്ടും പിന്നെ ഡ്രഗ് അടിച്ചിട്ടും ഏതോ സമയത്ത് എങ്ങനെയോ എവിടുന്നോ കുട്ടികൾ ഉണ്ടാവുമ്പോൾ ആ കുട്ടികൾക്ക് അത്രേ ക്വാളിറ്റി ഉണ്ടാവും. അത് പിന്നീട് നമ്മുടെ ലൈഫിനെ എന്താ പറയുക, ദൗർഭാഗ്യവശാൽ എന്ന് വേണം പറയാൻ, അത് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക്, സഫറിങ്സിലേക്ക് കൊണ്ടെത്തുമ്പോൾ എന്താ ഈ കുട്ടികൾ ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു സമയത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കാത്തതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിവ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ ശ്രദ്ധിക്കുക. ഇനി പുതുതായിട്ട് കല്യാണം കഴിച്ച് കുട്ടികളാവാൻ പോകുന്ന കപ്പിൾസ് ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നമ്മൾ ഈ കൺസെപ്റ്റ് നമ്മുടെ ക്ലിനിക്കിൽ ചെയ്യുന്നുണ്ട്.